എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാനാസോണിക്കിൻ്റെ ഒരു 32 ഇഞ്ച് LED TV ആണ്. ഈ ഒരു ടിവിയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് പിക്ചർ ഒരു സമയത്ത് ഫ്ലിക്കർ ചെയ്യുകയും ഒരു സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യുന്നുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ടാണ് ഈ ഒരു TV നമുക്ക് റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് പിന്നീട് അതെങ്ങനെ റെഡിയാക്കാമെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. അപ്പം ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യാണ്. ജസ്റ്റ് പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പാനാസോണിക് എന്ന് എഴുതി കാണിച്ചു ഓഫായിട്ട്. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നോ സിഗ്നൽ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, അത് ഇടയ്ക്ക് ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി ഹീറ്റായിട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ഫ്ലിക്കർ ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ ആ കംപ്ലൈൻറ്റ് വരാൻ തുടക്കം പെട്ടെന്ന് വരത്തില്ല, ഒരു സമയമെടുത്ത് അത് വരും. അത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ആ കംപ്ലൈൻറ്റ് നമുക്ക് അതിനകത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ നോ സിഗ്നലുള്ള എഴുതിയിരിക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അത് ഇടയ്ക്ക് ഒന്ന് ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കത് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിൽ ആ ഒരു നോ സിഗ്നൽ എന്നുള്ളത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നോർമലാവുന്നുണ്ട്. ഇതാണ് ഈ ഒരു പാനലിൻ്റെ കംപ്ലൈൻറ്റ്. ഈ ഒരു പാനലായിട്ട് TVയുടെ കംപ്ലൈൻ്റായിട്ട് അവർ കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്ത് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ആ പാനൽ സൈഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ മദർ ബോർഡ്. ഇതിനകത്ത് കോംബോ മദർ ബോർഡാണ് വരുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേയുടെ സ്കെയിലർ ബോർഡാണ്. നമുക്ക് ഇതിനകത്ത് ടീകോൺ ബോർഡില്ല. ടീകോൺ ബോർഡ് ഈ ഒരു മദർ ബോർഡിൽ തന്നെ ഇൻബിൽഡായിട്ട് വരുന്ന ഒരു ടൈപ്പാണിത്. ഈ ഒരു ഇത് LGയുടെ പാനലാണ്. ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് LG ഡിസ്പ്ലേ കമ്പനി ലിമിറ്റഡ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാനലിനെ കുറിച്ച് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു പാനലിന് സൈഡ് കോഫ് ഉണ്ടാവില്ല. സൈഡ് കോഫിന് പകരം ഇതിനകത്ത് വരുന്നത് 6 ചാനൽ CKV ലൈൻസാണ് ഈ ഒരു പാനലിൻ്റെ 2 സൈഡും കൺട്രോൾ ചെയ്യുന്നത്. അത് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനും ഉണ്ടാവും. ഈ ഒരു റൈറ്റ് സൈഡിൽ കോഫിൻ്റെ സൈഡിൽ കൂടെയും ലെഫ്റ്റ് സൈഡിൻ്റെ ഈ കോഫിൻ്റെ സൈഡിൽ കൂടെയും നമുക്ക് CKVയുടെ ഒരു 6 ലൈൻസ്, CKV 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6 ലൈൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് VGHAE, VGHF, ഓഡിൻ ഈവൻ, VSD കണക്ഷനുകളും ഈ 2 സൈഡ് കോഫിലും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു സൈഡ് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സൈഡിലുള്ള CKV ലൈൻസ് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് കട്ട് ചെയ്ത് വിട്ട് നമുക്ക് ഈ ഒരു പാനലിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു പാനലിൻ്റെ കംപ്ലൈൻറ്റിനെ സംബന്ധിച്ച് ഈ ഒരു 2 CKV ലൈൻസ് 2 സൈഡിലോട്ടും പോകുന്ന CKV ലൈൻസിൽ ഷോർട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ കണ്ട ആ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിന് ഇടവിട്ട് ഇത് ഫ്ലിക്കർ ചെയ്യുകയും അതിനകത്ത് വരുന്ന ഇമേജ് ഫ്ലിക്കർ ചെയ്യുകയും പിന്നീടുള്ള സമയത്ത് അത് ക്ലിയർ ആയിട്ട് കാണുകയാണ് ഇതിൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു CKV ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതല്ല. ഈ ഒരു 2 സൈഡിലോട്ടും ഇതിനെ ഓഡിനും ഈവനുമായിട്ട് 2ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഈ ഓഡിനും ഈവനും 2ആയിട്ട് വേർതിരിച്ചിട്ടുള്ള ആ ഒരു സെക്ഷനിലായിട്ടാണ് ഈ ഒരു പാനലിൻ്റെ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. കാര്യം എന്ന് പറയുന്നത് ഈ ഓഡിനും ഈവനിലും ഒരു സമയത്ത് 2 ഡിഫറെൻറ്റ് വോൾട്ടേജുകൾ വരും.
അതായത് ഓർഡിനിൽ ഒരു സമയത്ത് ഓർഡിനിൽ പോസിറ്റീവ് വോൾട്ടേജും ഈവനിൽ നെഗറ്റീവ് വോൾട്ടേജും വരുമെങ്കിൽ അടുത്ത ആ ഒരു ടൈമിംഗ് കഴിയുമ്പോഴത്തേക്കും ഓർഡിനകത്ത് പോസിറ്റീവ് വോൾട്ടേജും ഈവനിനകത്ത് നെഗറ്റീവ് വോൾട്ടേജും വരും. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് ഈ ഓർഡിനും ഈവനും മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു ഫ്ലിക്കറിങ് വരുന്ന ടൈമിൽ ഓർഡിനിലുള്ള വോൾട്ടേജ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ഫ്ലിക്കറിങ് വരുന്ന ടൈമിൽ ഈവനിൽ വരുന്ന വോൾട്ടേജ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. ആ ഒരു നോർമലായിട്ടിരിക്കുമ്പോഴുള്ള ആ ഓർഡിൻ്റെ വോൾട്ടേജും നോർമലായിട്ടിരിക്കുമ്പോഴുള്ള ഈവൻ്റെ വോൾട്ടേജും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പാനൽ റിപ്പയർ ചെയ്യാൻ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലിക്കറിങ് ചെയ്യുന്ന സമയത്തുള്ള വോൾട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് വോൾട്ടേജ് നമ്മൾ ഈ ഓർഡിനും ഈവൻ്റെയും കണക്ഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ടീകോണിൻ്റെ സെക്ഷനിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പിടിച്ചു കൊടുക്കുക. ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഒത്തിരി സൂം ചെയ്യാം. ഈ കാണുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ CKV ലൈൻസുകൾ. ഇതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു കോളത്തിനകത്ത് A എന്ന് എഴുതിയിട്ടുണ്ട്. അതേ കണക്കിന് ഈ കോളത്തിനകത്തും A എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ വരുന്ന ഈ ടെസ്റ്റ് പോയിന്റുകളെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തേത് VGHE, VGHF, ഓഡിൻ, ഈവൻ, VGL, VST, റീസെറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നതിൽ ഈ ഓഡിനും ഈവനും ഇവിടെ വരുന്ന വോൾട്ടേജ്, ഈ ഓഡിനും ഈവനും നമുക്ക് ഈ ഓഡിനും ഈവനിലും വരുന്ന വോൾട്ടേജ് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓഡിനിൽ കുറച്ച് സമയത്തേക്ക് നെഗറ്റീവ് വോൾട്ടേജും കുറച്ച് സമയത്തേക്ക് പോസിറ്റീവ് വോൾട്ടേജും വരും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഏത് വോൾട്ടേജ് അവിടെ വരുന്ന സമയത്താണ് ഈ ഒരു ഫ്ലിക്കറിങ് ആ ഇമേജിന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് വോൾട്ടേജിലാണ് ആ ഒരു ഫ്ലിക്കറിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡിനിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജും ഈവനിൽ നെഗറ്റീവ് വോൾട്ടേജും കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓഡിനകത്ത് പോസിറ്റീവ് വോൾട്ടേജിലാണ് ഈ ഒരു ഫ്ലിക്കറിങ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓഡിനകത്ത് നെഗറ്റീവ് വോൾട്ടേജും ഈവനിനകത്ത് പോസിറ്റീവ് വോൾട്ടേജും കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് -4ഉം പോസിറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 26ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ ഈ ഒരു ഇതിൻ്റെ പവർ കണക്ഷൻ ഒന്ന് കൊടുക്കുക. പവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ ലൈറ്റ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഒപ്റ്റിക്കൽ കണക്കാണ് ചെയ്തിരിക്കുന്നവർ. ഓക്കെ, ഇപ്പോൾ പച്ച കത്തിയിട്ടുണ്ട്, ഓണായിട്ടുണ്ട്. അപ്പോൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്ക് ആദ്യം അത് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് ഇടുക. എന്നിട്ട് നെഗറ്റീവ് പ്രോബ് എവിടെയെങ്കിലും വെളിയിൽ വെച്ച് ഗ്രൗണ്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഓഡിൻ എന്നുള്ള ആ ഒരു ടെസ്റ്റ് പോയിന്റിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓഡിൻ എന്നുള്ള ആ ഒരു ടെസ്റ്റ് പോയിന്റിൽ നമുക്കിപ്പോൾ 26 പോസിറ്റീവ് വോൾട്ടേജ് വന്ന ഉടനെ ഇപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നെഗറ്റീവ് വോൾട്ടേജ് വരും, പോസിറ്റീവ് വോൾട്ടേജ്. അതേ കണക്കിന് ഈവനിൽ ചെക്ക് ചെയ്യുന്ന സമയത്തും 26 -4 എന്നുള്ള ആ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വരുന്നതിൽ ഏത് വോൾട്ടേജിലാണ് ഈ ഒരു പിക്ചർ ഫ്ലിക്കർ ചെയ്യുന്നതെന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഓഡിനിൽ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജിലാണ് ഫ്ലിക്കർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഡിനിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുക. ഈവനിൽ പോസിറ്റീവ് വോൾട്ടേജിലാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുക. ഇങ്ങനെ മാറി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലിക്കറിങ് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഏത് പോർഷനിലാണോ ആ ഒരു ഫ്ലിക്കറിങ് വന്നിട്ടുള്ളതെന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു കണക്ഷനൊക്കെ കൊടുത്തിട്ട് വരാം. അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഈ ഓഡിനും ഈവനും ഈ ഒരു ടീകോൺ ബോർഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ 2 ലൈൻസ് ആദ്യം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വിടുക. ഇവിടെ നിന്നാണ് ഈ ഒരു പോർഷനിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വിടുക. അതായത് നേരെ ടീകോൺ ബോർഡിൽ നിന്ന് ആ വരുന്ന ഓഡിൻ ഈവൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ വരുന്ന ഈ 2 ലൈൻസുകൾ, ഇവിടെ 2 ലൈൻസ് ഉണ്ടാവും ഓഡിൻ ഈവൻ്റെയും മാറി വരുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് വരുന്ന ഈ 2 ലൈൻസ് ആദ്യം ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം
നമുക്ക് മെയിൻ ബോർഡിൽ നിന്നുള്ള ആ 26 വോൾട്ടേജും മൈനസ് വോൾട്ടേജും ചെക്ക് ചെയ്ത് അത് ഡയറക്റ്റ് ഈ ഒരു കോഫിൻ്റെ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ ജമ്പർ വയറിട്ട് പിടിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ലൈൻസ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലൈൻസ് ഞാൻ പിടിച്ച് ഒരു ജമ്പർ വയറായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഓർഡിനിൽ ചെക്ക് ചെയ്ത സമയത്ത് അവിടെ മൈനസ് വോൾട്ടേജ് വരുമ്പോഴത്തേക്കും ഫ്ലിക്കറിങ് ഇല്ലാതെ കറക്റ്റ് ലെവലിൽ നിൽപ്പുണ്ട്. അവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ആ പിക്ചറിൽ ഫ്ലിക്കറിങ് ഉണ്ടാകുന്നു. അതേ കണക്കിന് ഞാൻ ഈവനിൽ നോക്കി, ഈവനിൽ മൈനസ് വോൾട്ടേജ് വരുന്ന സമയത്ത് ഫ്ലിക്കറിങ്ങും 26 വോൾട്ടേജ് വരുമ്പോഴത്തേക്കും ആ പിക്ചർ കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഓർഡിനിൽ നമുക്ക് നെഗറ്റീവ് വോൾട്ടേജും ഈവനിൽ പോസിറ്റീവ് വോൾട്ടേജും കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കും, ഫ്ലിക്കറിങ് വരത്തില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ജമ്പർ കൊടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ആ നെഗറ്റീവ് വോൾട്ടേജിലും പിടിച്ച് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് വോൾട്ടേജിൽ നിന്നും ഓരോ കണക്ഷൻ എടുത്ത് ഇവിടെ ഓർഡിനും ഈവനിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഇവിടെ ഈ ഒരു പോർഷൻ ടൈമിംഗ് കൺട്രോളർ IC എന്ന് വരുന്ന ആ ലൈന് ഞാൻ ഇവിടുത്തെ ഓഡിൻ്റെ ഈവൻ്റെയും കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഞാൻ ഈ ഓഡിൻ്റെ ഈവനിലും ഈ ജമ്പർ വയർ കൊടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിംഗ് കൺട്രോളർ IC ഭയങ്കരമായിട്ട് ഹീറ്റാവും. അതിനുശേഷം ഞാനിപ്പോൾ മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു 6 മിനിറ്റോളം ഞാൻ ഇത് ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ 6 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ, ഏകദേശം ഒരു 8 മിനിറ്റായി. ഇപ്പോഴും ഈ ഒരു പിക്ചറിന് വലിയ ഒരു പ്രശ്നങ്ങളോ യാതൊന്നും തന്നെ ഇല്ല, ഫ്ലിക്കറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ആ ഫ്ലിക്കറിങ് വരേണ്ട ആ ടൈമിംഗ് കഴിഞ്ഞു. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ആ ഒരു പിക്ചർ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം വരാൻ കഴിഞ്ഞ പാനലിനകത്തുണ്ടാകുന്ന ഈ ഒരു ഷോർട്ടിങ് തന്നെയാണ് ഈ ഓഡിനിലും ഈവനിലും വരുന്ന ഡയോഡുകൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണ്. അല്ലെന്നുണ്ടെങ്കിൽ പാനലിൽ എവിടെയെങ്കിലും ലൈൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഈ ഒരു പാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ TV ഒരു പഴയ കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഇത് റിപ്പീറ്റ് കംപ്ലൈൻ്റ് ആവാൻ, കാര്യം പാനലിൽ ഷോർട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് അത് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.